ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തേക്ക് എത്തിയ സന്ധ്യ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് എല്ലാവർക്കും ആകെ നിരാശയാവുന്നു. ഉടനെ തന്നെ നന്ദേട്ടൻ സച്ചിയോട് പറഞ്ഞു, സച്ചി വിട്ടുകളയടാ, സാരമില്ല, നിനക്ക് അതിനുള്ള സമയമായില്ല എന്ന് നീ കരുതിയാ മതി. ഇക്കാര്യോർത്ത് ആരും വിഷമിക്കേണ്ടതൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്ന് സന്തോഷിച്ചു, അത്രമാത്രം. എന്തായാലും ഇനിയും സമയമുണ്ടല്ലോ. നിനക്കുള്ള സമയം തീർച്ചയായിട്ടും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇതിലും കൂടുതൽ സന്തോഷിക്കാം. നീ എന്തായാലും തൽക്കാലം അർച്ചുവിന്റെ അരികിലേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ഇവിടെ നമ്മളെല്ലാവരും കാത്തു നിൽക്കുകയല്ലേ. അവളുടെ ഇപ്പോഴത്തെ ആ മൂഡ് ഓഫ് ഒക്കെ മാറ്റി വേണം നീ കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് അറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും ഉടനെ അച്ചുവിനെ കൂട്ടാനായി സച്ചി വേഗം റൂമിലേക്ക് ചെന്നു. അച്ചു ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. സച്ചി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, എടോ എന്താടോ താനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അപ്പോഴേക്കും സച്ചിയോട് അർച്ചന പറഞ്ഞു, അതെ വേറൊന്നും അല്ല സച്ചിയേട്ടാ, നമ്മൾ ഇത്രത്തോളം ആഗ്രഹിച്ചിട്ട് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, നന്ദേട്ടൻ ഇപ്പൊ പറഞ്ഞത് ഇത് തന്നെയാണ്, നമുക്കുള്ള സമയമായിട്ടില്ല എന്ന്. എടോ, നമ്മുടെ ലവകുശന്മാർക്ക് ആറ് ഷേപ്പ് വേണം, തന്റെ വേണോ എന്റെ ഷേപ്പ് വേണോ, അങ്ങനെ ആറ് ഷേപ്പ് വേണം എന്നതിനെ കുറിച്ച് ഭഗവാന് ഇപ്പോഴും കൺഫ്യൂഷനായി കാണും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കൺഫ്യൂഷനൊക്കെ തീർന്നു വരും കഴിയുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് തന്നെ നൽകിയിരിക്കും. അതോർത്ത് താൻ ടെൻഷൻ വേണ്ട. അപ്പോ ഇപ്പൊ നമ്മൾ ആഘോഷിക്കാനിരുന്ന ഈ സന്തോഷം അന്ന് നമ്മൾ ആഘോഷിക്കും. താനിപ്പോ വിഷമിക്കാതെടോ, എന്തായാലും എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചു, അതിൽ താൻ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞു അർച്ചന ദാ സന്ധ്യ ഡോക്ടർ പോകാനായി കാത്തു നിൽക്കുക, താൻ വാ എന്ന് പറഞ്ഞ് അർച്ചനയെ വിളിച്ചുകൊണ്ട് സച്ചി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉടനെ അർച്ചന ആകെ വിഷമത്തോടെ തലകുനിച്ച് പുറത്തേക്ക് വന്നതും നന്ദൻ ചോദിച്ചു, ഇതെന്താ മോളെ ഇങ്ങനെ വന്നിരിക്കുന്നത്, ഇങ്ങനെ തലകുനിച്ച് ഒരു കുറ്റവാളിയെ പോലെ വന്ന് നിൽക്കുന്നത്? അതിന് മോളിവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചു, ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കഴിയുമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു. അല്ലാതെ വേറൊരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇന്ന് എല്ലാവരും ആഗ്രഹിച്ച സന്തോഷ വാർത്ത പിന്നീട് ഒരു ദിവസം എല്ലാവർക്കും കേൾക്കാൻ കഴിയും, അത്ര മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞതും സന്ധ്യ ഡോക്ടർ പറഞ്ഞു, അതെ ഇന്ന് ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്നല്ലേ ഉള്ളൂ, എന്ന് വെച്ച് പിന്നീട് ഈ സന്തോഷം എല്ലാവർക്കും കേൾക്കാൻ കഴിയുമല്ലോ, അതല്ലേ ഞാനും പറഞ്ഞത് എന്ന് സന്ധ്യ ഡോക്ടർ പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, കേട്ടില്ലേ ഡോക്ടർ വരെ പറഞ്ഞത്, അതുകൊണ്ട് ഇനിയും ഇക്കാര്യത്തെ ചൊല്ലി അർച്ചന സങ്കടപ്പെടാൻ പാടില്ല. ഞങ്ങൾക്ക് കാണേണ്ടത് എന്ത് വന്നാലും ഈ ആകാശം ഇടിഞ്ഞു വീണാൽ പോലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും അതിനെ താൻ തരണം ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ തല ഉയർത്തി നിൽക്കുന്ന, എന്തിനേയും നേരിടാനുള്ള മനഃശക്തിയുള്ള ആ അർച്ചനയാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. ആ അർച്ചനയാണ് ഞങ്ങൾക്ക് ഇഷ്ടവും. അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം. മുഖത്ത് ഈ വിഷാദവും സങ്കടവും നിരാശയൊന്നും പാടില്ല എന്ന് അർച്ചനയോട് നന്ദൻ അറിയിച്ചു. അതെല്ലാം കേട്ട് കഴിഞ്ഞതും അർച്ചനയെ സമാധാനിപ്പിക്കുന്ന നന്ദൻ പറയുന്ന വാക്കുകളെല്ലാം കേട്ട് മറ്റുള്ള അർച്ചനയെ സ്നേഹിക്കുന്ന മറ്റുള്ളവർക്കെല്ലാം ആശ്വാസമാകുമ്പോ ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതെ നിൽക്കുന്ന അവന്തികയും അനഘയും പരസ്പരം നോക്കി. അപ്പോഴേക്കും അർച്ചനയോട് വീണ്ടും നന്ദേട്ടൻ പറഞ്ഞു, അതെ ഇന്ന് നമുക്ക് നഷ്ടമായ സന്തോഷം പിന്നീട് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോ അന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോ അർച്ചന ചിരിക്കുന്നത് കണ്ട്, അതാണ് ഇങ്ങനെയുള്ള അർച്ചനയെ ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചതും നന്ദൻ പറഞ്ഞു, ഇപ്പോ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അതിന്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളാണെങ്കിൽ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞപ്പോ നന്ദനോട് അവന്തിക പറഞ്ഞു, അല്ല ഞാനിത് അർച്ചനയുടെയും സച്ചിയെയും ബാധിക്കുന്ന കാര്യം പറഞ്ഞു വന്നത്. സത്യത്തിൽ ഇപ്പോ ഇങ്ങനെ ഒരു പ്രതീക്ഷ വന്ന സ്ഥിതിക്ക് അടുത്ത ദിവസം തന്നെ അർച്ചനയും സച്ചിയും അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായല്ലോ, അതുകൊണ്ട് ഒന്ന് ചെക്കപ്പിന് പോകുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാവല്ലോ എന്ന് അറിയിച്ചു. അത് കേട്ട ഉടനെ നന്ദൻ പറഞ്ഞു, എന്റെ ഭാര്യ കുറച്ചു നാളായിട്ട് കുഴപ്പങ്ങൾ മാത്രമാ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും എന്റെ ഭാര്യ ഇന്ന് പറഞ്ഞ ഇക്കാര്യവും എന്തായാലും നല്ല കാര്യം തന്നെയാണ് കേട്ടോ എന്ന് നന്ദൻ അറിയിച്ചു. അത് കേട്ട ഉടനെ ചിരിച്ചുകൊണ്ട് അവന്തികയെ അവന്തിക അനഘയെ നോക്കി. ഉടനെ തന്നെ നന്ദൻ പറഞ്ഞു, അതെ സച്ചി, അടുത്ത ദിവസം തന്നെ നീ അർച്ചനയും കൂട്ടി ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോ. നമുക്ക് നല്ല ഒരു ഡോക്ടർ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും ചെറിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ മിടുക്കിയ ഡോക്ടർ അങ്ങ് തീർത്തോളും, അല്ലേ സന്ധ്യയെ എന്ന് ചോദിച്ചിട്ടും അതെ എന്ന് സന്ധ്യ ഡോക്ടറെ തലകുലുക്കി. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, അതെ മോനെ സച്ചി, നീ അടുത്ത ദിവസം തന്നെ അർച്ചന മോളുമായിട്ട് ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വാ എന്ന് പറഞ്ഞപ്പോ ഉടനെ സച്ചി ശരിയെന്ന് സമ്മതിച്ചു. അർച്ചനയെ സച്ചി നോക്കുമ്പോ സച്ചിയും അർച്ചനയും പരസ്പരം നോക്കി നിൽക്കുന്നത് കണ്ട് എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് അവന്തികയുടെയും അനഘയുടെയും നീക്കങ്ങൾ മനസ്സിലാക്കിയ സന്ധി ഡോക്ടർ വേഗം അർച്ചനയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി.
അങ്ങനെ സന്ധ്യ ഡോക്ടർ പോയ പിന്നാലെ അവന്തികയും പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഈ സമയത്ത് അവന്തിക അനഘ ആവശ്യപ്പെട്ട കാര്യം കൃത്യമായി സന്ധ്യ ഡോക്ടറോട് നടപ്പിലാക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ നടന്നത്. ഉടനെ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ സന്ധ്യ ഡോക്ടറെ പിന്നാലെ എത്തി അവന്തിക സന്ധ്യ ഡോക്ടറെ വിളിച്ചു. അതെ സന്ധ്യയെ, നീ എന്താ എത്ര വേഗം പോകുന്നത്? അർച്ചനയ്ക്ക് അങ്ങനെ ഒരു പ്രഗ്നൻസി ഇല്ല എന്നറിഞ്ഞപ്പോ അവളെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെ മുഖത്തൊക്കെ സങ്കടം വന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവളെ പരിശോധിച്ച് ഡോക്ടറുടെ മുഖം ഇങ്ങനെ ആകെ വിഷാദത്തിലായത് എന്താ കാര്യം മനസ്സിലാവുന്നില്ല എന്ന് അവന്തിക ചോദിച്ചതും ഉടനെ സന്ധ്യ പറഞ്ഞു, അവന്തികെ, നിന്റെ കളി ഇത്തിരി കൂടി കേട്ടോ. നീ ചെയ്തതൊക്കെ നാണമില്ലല്ലോ നിനക്ക് ഇത്രയും വൃത്തികെട്ട കളികൾ കളിക്കാൻ എന്ന് പറഞ്ഞപ്പോ അവന്തിക വേഗം സന്ധ്യ ഡോക്ടറോട് പറഞ്ഞു, നീ എന്താ കരുതിയത്? ഞാൻ നന്ദനെ കൂട്ടുപിടിച്ച് നീയും അർച്ചനയും കൂടി എന്നെ ഈ വീട്ടിൽ തളയ്ക്കാമെന്നാണോ കരുതിയത്? എന്നാലേ അത് ഈ അവന്തികയെ തളച്ചിടാനുള്ള ഒരു എളുപ്പമാർഗമാണെന്നതൊക്കെ നിന്റെ വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് സന്ധ്യ. ഒരു കാരണവശാലും അങ്ങനെ ഒരു നേട്ടം നിനക്കോ നീ നന്ദനോ ഞാൻ തരില്ല. ഈ വീട്ടിൽ ഉള്ളിൽ തന്നെ നിന്നാണെങ്കിലും നിന്നെയൊക്കെ തകർക്കാനുള്ള ബുദ്ധിയും കഴിവും ഈ അവന്തികയ്ക്കുണ്ടെന്ന് ഇപ്പോൾ നീ മനസ്സിലാക്കിയല്ലോ അല്ലെ എന്ന് അവന്തിക ദേഷ്യത്തോടെ സന്ധ്യയോട് പറയുന്നു. സന്ധ്യ ഡോക്ടർ വേഗം കാറിൽ കയറി അവിടെ നിന്ന് പോയി. ഈ സമയത്ത് മീരടുത്തിയാകെ വിഷമത്തോടെ കിച്ചണിലേക്ക് എത്തി ഫോൺ വിളിക്കാനായി തയ്യാറായിട്ട് അങ്ങനെ ഇരിക്കുമ്പോ മീരടുത്തിയുടെ കോള് വരുമെന്നുള്ള പ്രതീക്ഷയിൽ കമലടുത്തിയും ഒപ്പം ദയാനന്ദ മാഷും അങ്ങനെ കാത്തിരുന്നിട്ട് ഇത്രയും നേരമായിട്ട് മീര എന്താ വിളിക്കാത്തതെന്ന് ഓർത്ത് കമലടുത്തി വേഗം ഫോൺ എടുത്ത് മീരയുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും ഫോൺ വരുന്ന ശബ്ദം കേട്ട് വേഗം മീരടുത്തി കോൾ അറ്റൻഡ് ചെയ്തു. അമ്മേ, നമ്മൾ ആഗ്രഹിച്ച സന്തോഷ വാർത്ത അല്ലമ്മേ, ഇത് അച്ചുവിന് അതിന്റെ പ്രശ്നമായിരുന്നില്ലമ്മേ എന്ന് പറഞ്ഞതും ആകെ വിഷമത്തിലായി കമലടുത്തി. അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു, കമലെ, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമ്മൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചിരുന്നത് നമ്മുടെ മക്കൾ സന്തോഷത്തോടെ കഴിയണമെന്നാണ്. പിന്നെ മറ്റാർക്കും അറിയാത്ത ഈ സത്യം നമുക്ക് മാത്രമല്ലേ അറിയുകയുള്ളൂ. എങ്കിലും നീ ഒന്ന് പ്രതീക്ഷിച്ചെന്ന് എനിക്കറിയാം. ഭഗവാൻ എന്തെങ്കിലും ഒരു മറിമായം കാട്ടുമോന്നുള്ള പ്രതീക്ഷ അത് നമുക്ക് ഇപ്പോഴും കൈവിടാതെ മനസ്സിൽ കൊണ്ടു നടക്കാം. കാരണം എല്ലാവർക്കും എല്ലാ സന്തോഷവും എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം കൊടുത്തെന്ന് വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഇനി ദൈവം തന്നെയാണ് അതെല്ലാം നടപ്പിലാക്കി തരേണ്ടത്. ദൈവം നമ്മൾ എന്നും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുക ഇല്ല കമലെ എന്ന് പറഞ്ഞ് കമലയെടുത്ത് ദയാനന്ദ മാഷ് ആശ്വസിപ്പിക്കുന്നു. അതിനുശേഷം രാത്രിയിൽ സന്ധ്യസമയത്ത് ഇനി എന്താണ് തന്റെ നീക്കം, അടുത്തത് ഏത് രീതിയിൽ വേണം, എങ്ങനെ വേണം എന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവന്തിക അങ്ങനെ ഇരുന്നു. അപ്പോഴാണ് അവന്തികയുടെ അരികിലേക്ക് നന്ദന്റെ കാറ് വരുന്നത് അവന്തിക കണ്ടത്. ഉടനെ അവന്തിക പെട്ടെന്ന് ആലോചിച്ചു, ഇനി ഈ നിലപാടിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഇനി അടുത്തത് തന്നെ അതാ നല്ലത്. എല്ലാവരോടും സ്നേഹം കാണിച്ച് എന്നാൽ മനസ്സിൽ അവരെ കൊന്നു തിന്നാനുള്ള പകയുമായിട്ട് പ്രതികാരവും മനസ്സിൽ ഒളിപ്പിച്ച് എല്ലാവരുടെയും മുന്നിൽ വളരെ സ്നേഹത്തോടെ അഭിനയിക്കണം. അതാ ഇനി ഉള്ള മാർഗം. അങ്ങനെ സ്നേഹം നടിച്ച് അവസാനം അവരെ ഇല്ലാതാക്കുക, അതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് അവന്തിക തീരുമാനിച്ചു. അങ്ങനെ ഓർത്ത് അത് തന്നെയാണ് നല്ല ഉപായം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തി. നന്ദൻ വരുന്നത് കണ്ടതോടെ അവന്തിക വേഗം അകത്തേക്ക് കയറിപ്പോയി. നന്ദൻ അകത്തേക്ക് കയറി വന്നതും സേതുമാധവൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. മോനെ നന്ദ, എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഓഫീസിൽ പോയിട്ട്? നീ ഓഫീസ് വിട്ട് വരുന്ന വഴിയല്ലേ എന്ന് ചോദിച്ചിട്ടും നന്ദൻ പറഞ്ഞു, അതെ അച്ഛാ, പിന്നെ ഇത്രയും വർഷക്കാലമായില്ലേ, എല്ലാം ഒന്ന് പഠിച്ചു വരിക. പിന്നെ ചില കാര്യങ്ങൾ എനിക്കിപ്പോഴും ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കിട്ടാനുണ്ട്. അതുകൊണ്ട് താമസിയാറെ എല്ലാം മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കും എന്ന് നന്ദൻ അറിയിച്ചു. അപ്പോഴേക്കും സേതുമാധവൻ പറഞ്ഞു, എല്ലാം മനഃപ്പാഠമായി പഠിച്ചതിന് ശേഷം മാത്രം സ്പീഡ് മതി, അല്ലാതെ സ്പീഡിൽ പോകണ്ട എന്ന്. എല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ എന്നും സേതുമാധവൻ നന്ദനോട് അറിയിച്ചു. അത് കേട്ടങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്തിക വേഗം ചായയുമായിട്ട് അവിടേക്ക് എത്തി. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛന് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചതും വേണ്ട മോളെ എന്ന് വേഗം സേതുമാധവൻ മറുപടി നൽകി. അപ്പോഴേക്കും നന്ദന് നേരെ അവന്തിക ചായ നീട്ടി. ഇതാ നന്ദേട്ട ചായ എന്ന് പറഞ്ഞു. നന്ദൻ പറഞ്ഞു, എനിക്ക് ചായ വേണ്ട അവന്തികെ. അപ്പൊ അതെന്താ? നന്ദേട്ടൻ പണ്ട് ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ചായ വേണമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാറുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞതും നന്ദൻ പറഞ്ഞു, അതെ, അന്നത്തെ ശീലമൊക്കെ ഞാനിപ്പോ മാറ്റുകയാണ്. അത്തരം ശീലങ്ങളൊന്നും ഇനി വെച്ച് പുലർത്തണ്ട എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് പല ശീലങ്ങളും ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞു. ഉടനെ അവന്തിയെ പറഞ്ഞു, ഇതെങ്കിലും കുടിക്കും നന്ദേട്ട എന്ന് പറഞ്ഞു. വേണ്ടെന്നല്ലേ അവന്തിയെ ഞാൻ പറഞ്ഞത് എന്ന് നന്ദൻ നിർബന്ധപൂർവ്വം പറയുമ്പോൾ അവന്തിക ആകെ വിഷമത്തോടെ ചായയുമായി കൊണ്ടുപോകാൻ തുടങ്ങുന്നു.
സേതുമാധവൻ അപ്പോഴേക്കും അവന്തികയോട് പറഞ്ഞു, അവന് വേണ്ടെങ്കിൽ നിർബന്ധിക്കേണ്ട മോളെ. അത് കേട്ട ഉടനെ അവന്തിക വിഷമത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ സേതുമാധവൻ നന്ദനോട് പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ അവളോട് പറഞ്ഞത് അവൾക്ക് വല്ലാതെ വേദനയായിട്ടുണ്ട്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ കാണാതെ പോയ ആ സമയങ്ങളിൽ നിന്റെ വിധവ എന്നുള്ള പരിവേഷം സ്വയം ഏറ്റെടുത്ത് ഈ വീട്ടിൽ എല്ലാം മനസ്സിലാക്കി എല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞവളാണ് അവന്തിക. അത് മാത്രമല്ല, ചില സമയത്ത് ഹരിഹരൻ ഇവിടെ വന്നിരുന്നു അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. അന്ന് ഞങ്ങളെ ആരെയും വിട്ടു പോരില്ല എന്നും ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം കഴിയുന്നത് മാത്രമാണ് അവളുടെ സന്തോഷം എന്ന് പറഞ്ഞു അന്ന് ഇവിടെ നിന്നവളാണ്. അങ്ങനെയുള്ള അവന്തികയെ നീ ഒരു കാരണവശാലും ഇങ്ങനെ വേദനിപ്പിക്കരുത് മോനെ എന്ന് പറയുന്നത് കേട്ട് ഉടനെ തന്നെ അവന്തികയോട് അങ്ങനെ ഒരിക്കലും അവന്തികയെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള സേതുമാധവന്റെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ നന്ദൻ സേതുമാധവനെ നോക്കി. അവളെ ഇനിയും നീ സങ്കടപ്പെടുത്തരുത് കേട്ടോ. നീ വാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. നന്ദൻ ഒന്നും മിണ്ടാതെ അച്ഛനെ ഒന്ന് നോക്കി. സത്യങ്ങളൊന്നും അച്ഛൻ അറിയത്തില്ലാത്തത് കൊണ്ട് ഒന്നും വിട്ടു പറയാതെ, ശരിയച്ച, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദൻ അകത്തേക്ക് പോകുന്നു. റൂമിലേക്ക് നന്ദൻ ചെല്ലുമ്പോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായി നന്ദൻ ഒരുങ്ങുന്ന സമയത്ത് ചായയുമായി വീണ്ടും അവന്തിക അരികിലേക്ക് എത്തി. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞാലേ അവന്തികയെ ചായ വേണ്ട എന്ന്. നിനക്ക് പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ലേ? നീ കൊണ്ടുവന്ന ഈ ചായക്കകത്ത് എനിക്ക് വിഷം നീ കലർത്തി വെച്ചിട്ടുണ്ടോ എന്ന് ആര് കണ്ടു എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു, നന്ദേട്ട, എന്നോട് ക്ഷമിച്ചൂടെ? ഇനിയെങ്കിലും എന്നോടൊന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിച്ചപ്പോ നന്ദൻ പറഞ്ഞു, ശരി, ക്ഷമിക്കാം, ഞാൻ തയ്യാറാണ്. എന്തിനാ ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ടതെന്ന് പറയണം. ഞാൻ നിനക്ക് മാപ്പ് തരാം. നീ എന്നെ ഇത്രയും വർഷക്കാലം പൂട്ടിയിട്ടതിനോ, എന്റെ കുടുംബത്തെ നീ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതിനോ, അതല്ലെങ്കിൽ ഇനിയും എന്റെ കുടുംബത്തെ ദ്രോഹിക്കാനും അവരുടെ ജീവൻ എടുക്കാനും കാത്തിരിക്കുന്നതിനോ, അതോ അർച്ചനയെയും മറ്റുള്ളവരെയും ദ്രോഹിക്കുന്നതിനോ, എന്റെ അച്ഛനെയും എന്റെ കൂടപ്പിറപ്പങ്ങളെയും ഇത്രയും നാളും നീ വഞ്ചിച്ചതിനോ എന്തിനാ ഞാൻ നിനക്ക് മാപ്പ് തരേണ്ടത് എന്ന് അവന്തികയോട് നന്ദൻ ചോദിച്ചു. അവന്തികയെ, ഒരു കാര്യം ഞാൻ പറയാം. നീ ചെയ്ത പ്രവൃത്തികൾക്കൊന്നും മാപ്പ് നീ അർഹിക്കാത്തത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. നീ ഈ ചെയ്തതിനൊക്കെ തീർച്ചയായിട്ടും പകരത്തിന് പകരം എന്നോണം തിരിച്ചടി നീ അനുഭവിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ശിക്ഷ ഞാൻ തരികയും ചെയ്യും. അങ്ങനെ ആ ശിക്ഷയൊക്കെ നീ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയതിനു ശേഷം നിനക്ക് ജീവനുണ്ടെങ്കിൽ മാത്രം അവസാനം ഞാൻ എന്റെ വിധി നടപ്പിലാക്കും. അത് കേട്ട ഉടനെ അവന്തിക ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ വീണ്ടും നന്ദൻ പറഞ്ഞു, നീ കൊണ്ടുവരുന്ന ഒരു സാധനവും ഞാൻ ഒരിക്കലും കഴിക്കാൻ പോകുന്നില്ല. നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ജന്മം കഴിയുകയുമില്ല. അതുകൊണ്ട് വെറുതെ എന്റെ മുന്നിൽ വന്ന് ഇത്തരം പ്രഹസനമൊന്നും കാണിക്കാതിരിക്കുന്നതാണ് അവന്തിക നിനക്ക് നല്ലത് എന്ന് അവന്തികയോട് നന്ദൻ അറിയിച്ചു. നന്ദന്റെ വാക്കുകൾ കേട്ട് അവന്തിക ആകെ വിഷമിക്കുമ്പോ നന്ദൻ പറഞ്ഞു, അവന്തികയെ, ഒരു കാര്യം കൂടി നിന്നോട് പറയാം. വെറുതെ എന്റെ മുന്നിൽ ഇതുപോലുള്ള അഭിനയങ്ങളുമായി ഇനി മേലാൽ വന്നു പോകരുത്. നിന്റെ പുറമേയുള്ള ചിരി നിന്റെ മനസ്സിൽ എത്രത്തോളം പകയുള്ളതാകണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു കണക്കിന് നീ എന്നെ ഇത്രയും വർഷം ജയിലിൽ നിന്റെ തടവറയിൽ നിർത്തിയത് നന്നായി. കാരണം അതുകൊണ്ടാണല്ലോ എനിക്ക് നീ ചെയ്ത പ്രവർത്തികളൊക്കെ നിന്റെ ഉള്ളിലുള്ള ഞങ്ങളുടെ കുടുംബത്തോടുള്ള പകയും നിന്റെ ആ അടങ്ങാത്ത പകയും വിദ്വേഷവും വിരോധവും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പോഴും എന്റെ കുടുംബം നിന്നെ വിശ്വസിക്കുന്നത് പോലെ ഞാനും ഒരു വിഡ്ഢിയെ പോലെ നിന്നെ വിശ്വസിച്ച് നിന്റെ ഒപ്പം നിന്നേനെ. എന്നാൽ ശരിക്കും ഇപ്പോഴും പല അവസരങ്ങളിൽ എന്റെ കുടുംബത്തോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്നും നീ അത്രത്തോളം ഒരു മോശം സ്വഭാവക്കാരിയാണെന്നുള്ള സത്യം അവരെ മനസ്സിലാക്കി കൊടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പല അവസരങ്ങളും വന്നു ചേരുകയും ചെയ്തു. അതുകൊണ്ട് വെറുതെ നീയായിട്ട് ഇനിയും ഞാൻ മനസ്സിൽ മൂടിയിട്ട കാര്യങ്ങൾ വെറുതെ മറ്റുള്ളവർക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അവസരം ഇനി നീ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ നിന്ന് പോകുമ്പോൾ അവന്തികയുടെ നീക്കങ്ങൾ അത് വീണ്ടും പരാജയപ്പെട്ടതിന്റെ വേദനയിൽ അവന്തിക നിൽക്കുന്നു.